ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾസ്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ പുളിയാണിത്. ചെമ്മീൻ പുളി മരമാണ്. ഇതിൽ നിന്ന് കുറച്ച് ചെമ്മീൻ പുളി എടുത്ത് നമുക്കൊരു ചെമ്മീൻ പുളി ജ്യൂസ് ഉണ്ടാക്കിയാൽ ഇതിന് ഇരുമ്പം പുളി എന്ന് ഞങ്ങൾ പറയും. പല പേരുണ്ട് കേട്ടോ ഈ ഒരു പുളിക്ക്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് 2-3 എണ്ണം അങ്ങോട്ട് പറിച്ചെടുക്കാം. അപ്പോൾ ഞാൻ എങ്ങനെ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പുളി ഇതെങ്ങനെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും കൂടി വേണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മരം. കിടിലിനല്ലേ, കുറേ ഉണ്ടായി കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ഇത്രേ എടുത്തിട്ടുള്ളൂ. പക്ഷെ ഇത്രയും നമ്മൾ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കില്ല കേട്ടോ. ആകെ 3 എണ്ണം മാത്രമേ എടുക്കുന്നുള്ളൂ. ഇത് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഇഞ്ചി ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ നമ്മൾ 3 ചെമ്മീൻ പുളി എടുത്ത് ആ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ആ ഇഞ്ചി കഷ്ണം കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എത്രത്തോളമാണ് നിങ്ങൾക്ക് വേണ്ടത് അത്രയും വെള്ളം നിങ്ങൾ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതേ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. 2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എന്താ ഇതങ്ങ് മിക്സിയിലിട്ട് കറക്കിയെടുക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ മിക്സിയിലിട്ട് കറക്കുന്നുണ്ട്. അങ്ങനെ ഇത് കറക്കി എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആവും കേട്ടോ. അങ്ങനെ നമ്മുടെ ജ്യൂസ് സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് അങ്ങ് പകർത്തി കൊടുക്കാം കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ചത് അന്യായ കളറായിരുന്നു. പക്ഷെ ഇത്ര കളറിലാണ്ട് കിട്ടുള്ളൂ. പക്ഷെ നല്ല രസമുണ്ട് കാണാനൊക്കെ, കുഴപ്പമില്ല, അടിപൊളിയാണ്. അപ്പോൾ അതേ നമ്മളിങ്ങനെ എടുക്കുന്നുണ്ട്. എന്നിട്ട് അങ്ങ് കുടിച്ച് നോക്കാം കേട്ടോ. ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പുളിയുടെ ഒരു രുചിയും പിന്നെ മധുരവും പിന്നെ ഇഞ്ചിയുടെ ഒരു എരിവും കൂടിയായിട്ട് കിട്ടുക. കിട്ടില്ലനാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം.